നമസ്തേ. കുറൂരമ്മയുടെ കഥയുടെ 4-ാമത്തെ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ പുറയന്നൂരില്ലത്തെ ഗൗരി അന്തർജനം അടാട്ട് കുറൂരില്ലത്ത് കുടിവയ്ക്കപ്പെട്ട് വിഖ്യാതയായ കുറൂരമ്മയായി തീർന്നതിന് പിന്നിലുള്ള കഥ. നിഷ്കാമമായ ഭക്തിയും നിഷ്കളങ്കമായ സ്നേഹത്തിനും ലോകത്തിനു തന്നെ മാതൃകയായ കുറൂരമ്മയുടെ ജീവിത ചരിത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒരിക്കൽ നിൻമുഖം മനസ്സിൽ തെളിഞ്ഞാൽ ഒരിക്കലും മായുകില്ല എൻ്റെ കണ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥയുടെ 4-ാമത്തെ ഭാഗം പറയുകയാണ്. 3-ാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അതികഠിനമായ വയറുവേദനയുമായി വന്ന തിരുമേനിയുടെ വയറുവേദന മാറ്റിക്കൊടുത്ത കുറൂരമ്മയുടെ ആ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നാമത്രയം ജപിച്ച് തുടങ്ങിയതോടെ തിരുമേനി മുമ്പില്ലാത്ത വിധം ഒരു ആത്മശാന്തി തിരുമേനിക്ക് ഇങ്ങനെ കൈവരിക്കാൻ തുടങ്ങി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന് ജപിച്ചു തുടങ്ങിയ നിമിഷം മുതൽ തിരുമേനി വേദന എന്തെന്നറിഞ്ഞിട്ടില്ല. നിരന്തരമായ വയറുവേദന പൊറുതിമുട്ടിയ തിരുമേനിക്കിപ്പോൾ ജീവിതം ആഹ്ലാദപ്രദമാകാൻ തുടങ്ങി. ഏന്തി വലിഞ്ഞ് വയറിങ്ങനെ പൊത്തി നടന്ന തിരുമേനി ഓടി നടക്കാൻ തുടങ്ങി. ജീവിതം തിരിച്ചു കിട്ടിയ തിരുമേനി ദിവസവും വന്ന് കുറൂരമ്മയുടെ കണ്ണനെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി തിരിച്ചു പോകും. പിന്നീട് ഒരിക്കൽ നമ്മുടെ സ്വാമിയാരെ കാണാനിടയായി, അതായത് വില്ലുമംഗലം സ്വാമിയാരെ കാണാനിടയായപ്പോൾ തിരുമേനി അതീവ സന്തോഷത്തോടെ കുറൂരമ്മയുടെ കണ്ണൻ തൻ്റെ അസുഖം മാറ്റിക്കൊടുത്ത കഥ പറഞ്ഞപ്പോൾ വില്ലുമംഗലത്തിൻ്റെ മുഖത്തു നിന്ന് പ്രകാശം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഓ, അങ്ങനെ ഉണ്ടായോ? എന്തോ വില്ലുമംഗലത്തിന് അതങ്ങോട്ട് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. സന്ധ്യയ്ക്ക് ദീപാരാധന നേരത്ത് കണ്ണൻ പതിവ് പോലെ കുസൃതി കാട്ടി മുന്നിലെത്തിയപ്പോൾ സ്വാമിയാർ കുറച്ച് പരിഭവത്തോടെ ചോദിച്ചു, ഉണ്ണി, എന്തേ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? അപ്പോൾ ഉണ്ണിക്കണ്ണൻ ഒന്ന് ചിരിച്ചു. കാരണം ഇങ്ങനെയൊരു ചോദ്യം വില്ലുമംഗലത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചതാണ്. തിരുമേനിയുടെ അസുഖം എന്താണെന്നല്ലേ വില്ലുമംഗലം എന്നോട് ചോദിച്ചുള്ളൂ. അസുഖം മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. കുറൂരമ്മ എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷേ അമ്മ മാറും എന്ന് പറഞ്ഞ അത് മാറ്റി കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ വില്ലുമംഗലം? കണ്ണൻ്റെ ചോദ്യത്തിന് വില്ലുമംഗലത്തിൻ്റെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. അല്പനേരം മിണ്ടാതെ പരിഭവിച്ചിരുന്നു. പിന്നെ കുറച്ച് വിഷമത്തോടെ ചോദിച്ചു, ഭഗവാനെ, ഞാനും അങ്ങയുടെ ഭക്തനല്ലേ? അതെ, രണ്ടുപേരും എൻ്റെ പ്രിയ ഭക്തരാണ്. മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയുമാണ്. അമ്മയ്ക്കിത് 7-ാം ജന്മമാണ്. കഴിഞ്ഞ 7 ജന്മത്തിനും അമ്മ എന്നെ സേവിച്ചു കൊണ്ടേയിരുന്നു. അച്ഛനിത് 3-ാം ജന്മമല്ലേ ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. കണ്ണൻ്റെ നിറഞ്ഞ ചിരിയിൽ വില്ലുമംഗലത്തിൻ്റെ പരാതിയും പരിഭവങ്ങളും എല്ലാം മുങ്ങിപ്പോയി. ഒരു ദിവസം കുറൂരമ്മ കുളിക്കാനെത്തിയപ്പോൾ അവിടെ ചെമ്മങ്ങാട്ടില്ലത്തെ തമ്പുരാട്ടി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറൂരമ്മ കുളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ചെമ്മങ്ങാട്ടെ തമ്പുരാട്ടി കുറച്ചൊരു ഗൗരവത്തോടെ പറഞ്ഞു, തെറിപ്പിച്ച് അശുദ്ധാക്കരുത്, ഇല്ലത്തിന്നൊരു ഫിഷുള്ളതാ. ഇതാരാവോ ഇത്രയും വലിയൊരു മഹാൻ? കുറൂരമ്മയ്ക്ക് മനസ്സിലായി. ചെമ്മങ്ങാട്ടില്ലത്തിന്ന് ഫിഷയ്ക്ക് എത്തിയിട്ടുള്ളത് സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാരല്ലാതെ മറ്റാരുമല്ലെന്ന്. ഒന്നും മിണ്ടാതെ വേഗത്തിൽ കുളിച്ചു കയറി. ഇല്ലത്തെത്തിയ കുറൂരമ്മ ഉടനെ ദാസിയെ വിളിച്ചു പറഞ്ഞു, അമ്പലത്തിലെ ആൽത്തറയ്ക്കൽ കാവി ധരിച്ചിരിക്കുന്ന ഒരു സന്യാസിയുണ്ട്. അദ്ദേഹത്തോട് ഇത്രയിടം ഒന്ന് വരാൻ പറയൂ. ആൽത്തറയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന സന്യാസിയുടെ മുമ്പിലെത്തി ദാസി വിവരമുണർത്തിച്ചു. ദാസിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വില്ലുമംഗലം സ്വാമിയാർക്ക് മനസ്സിലായി, ഇത്രയും കർക്കശമായി പറയണമെങ്കിൽ അത് കുറൂരമ്മയായിരിക്കുമെന്ന്. ആലോചനയ്ക്കിടം കൊടുക്കാതെ സ്വാമിയാർ പറഞ്ഞു, ഇന്നെന്തായാലും തരാവില്ലിട്ടോ. ചെമ്മങ്ങാട്ട് ഇന്നൊരു ഫിഷുള്ളതാ. നാളെയാകാം. ഇതാ ആയമ്മയോട് പറയുക. അങ്ങനെ ചെമ്മങ്ങാട്ട് നമ്പൂതിരിയുടെ ക്ഷണം സ്വീകരിച്ച് ഇല്ലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ കുറൂരമ്മയെ ദർശിക്കണമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ദാസിയുടെ വരവ്. എന്തായാലും ചെമ്മങ്ങാട്ട് നമ്പൂതിരി യോഗതണ്ട് ഇങ്ങനെ വാങ്ങിവെച്ച സ്ഥിതിക്ക് അവിടുത്തെ ഫിഷ് സ്വീകരിച്ച ശേഷമേ മടങ്ങാവൂ എന്നാണ് പ്രമാണം. ചെമ്മങ്ങാടുമായി കുറച്ച് അടുപ്പമുണ്ട്, കൂടാതെ വലിയ ചുണ്ടിക്കാരനും. അങ്ങനെ ദാസി തിരിച്ചു വന്ന് വിവരം പറഞ്ഞപ്പോൾ കുറൂരമ്മയ്ക്ക് അത് കേട്ട് തൃപ്തിയായില്ല. സ്വാമിയാരെ എത്രയും വേഗം ഇവിടെ വരുത്തണമെന്ന് തന്നെയാണ് കുറൂരമ്മയുടെ ആഗ്രഹം. എന്നാൽ ദാസി വീണ്ടും സ്വാമിയാരുടെ അരികിലെത്തി വിവരം ഉണർത്തിച്ചപ്പോൾ സ്വാമിയാർക്ക് കുറച്ചൊരു നീരസം തോന്നി. പറഞ്ഞില്ലേ, ചെമ്മങ്ങാട്ടില്ലത്തൊരു പൂജയുണ്ട്, പോകാതെ വയ്യ. നാളെ കുറൂരിനെ കണ്ടേ മടങ്ങുമെന്ന് പറയുക. സ്വാമിയാരെ വിളിക്കാൻ പോയ ദാസിയെ കുറച്ച് സമയം കഴിഞ്ഞിട്ടും കാണുന്നില്ല. കുറൂരമ്മ പടിപ്പുരയിലേക്ക് നോക്കിയിരിപ്പായി. എന്തായാലും സ്വാമിയാർക്ക് ഇവിടെ വരാതിരിക്കാനാവില്ല. കാരണം കണ്ണൻ ഇന്ന് സ്വാമിയാരുടെ പൂജയാണ് കുറൂരമ്മ മനസ്സിൽ കാണുന്നത്. പിന്നെന്തിനാണ് ഇത്ര താമസം? സ്വാമിയാരിങ്ങ് എത്തുമ്പോഴേക്കും പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണം. സഹായത്തിന് എത്താറുള്ള ഉണ്ണിക്കുട്ടനെ ഇന്ന് അത്യാവശ്യ സമയത്ത് കാണുന്നുമില്ല.
ഒരു കൈ സഹായത്തിന് ആളില്ലാതെ കുറൂരമ്മ വിഷമിച്ച സമയത്ത് ഉണ്ണിക്കുട്ടൻ്റെ അതേ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടി പടിപ്പുര ഇങ്ങനെ കടന്നിട്ട് നിറപുഞ്ചിരിയോടെ ഇല്ലത്തേക്ക് വന്നു. മുമ്പൊരിക്കലും ഇവിടെയൊന്നും കണ്ടിട്ടില്ലാത്തൊരു കുട്ടി. തിരക്കിനിടയിലും കുട്ടിയെ നോക്കി കുറൂരമ്മ സ്നേഹത്തോടെ ചിരിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ അമ്മയെ സഹായിക്കാൻ വന്നതാ, അമ്മ വിഷമിക്കണ്ട, സ്വാമിയാര് വരണുണ്ട്, അമ്മ ഇവിടെ ഇരുന്നോളൂ, പൂജയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കിത്തരാം. സ്വാമിയാരെ കാണാതെയും സഹായത്തിന് ആളില്ലാതെയും വിഷമിച്ച കുറൂരമ്മയെ സമാധാനിപ്പിച്ച് ഒരിടത്തിരുത്തിയ ശേഷം കുട്ടി ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇന്ന് കണ്ണന് എന്തെല്ലാം വേണമെന്ന് അമ്മ മനസ്സിൽ കരുതിയിരുന്നുവോ അതെല്ലാം നിമിഷ നേരം കൊണ്ട് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. കുട്ടിയുടെ അസാധാരണ വൈഭവം കണ്ട് കുറൂരമ്മ അത്ഭുതപ്പെട്ടു. ഏതെങ്കിലും ശാന്തിക്കാരൻ്റെ മകനായിരിക്കും ഈ കുട്ടി. പൂജാതി കാര്യങ്ങളിൽ ഇത്രയേറെ വൈഭവം മറ്റു കുട്ടികൾക്കുണ്ടാവില്ല. പേര് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് എന്നെ അറിയാം എന്ന് പറഞ്ഞ് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന കുട്ടി പറഞ്ഞു, സ്വാമിയാരെ കാണില്ല, ഞാനൊന്ന് നോക്കി വരാം അമ്മേ. അമ്മയുടെ സമ്മതത്തോടെ കുട്ടി പടിപ്പുര കടന്ന് പുറത്തേക്കിറങ്ങി നടന്നു. വില്ലുമംഗലം സ്വാമിയാർ ചെമ്മങ്ങട്ടില്ലത്തേക്ക് പുറപ്പെടാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാമിയാർക്ക് യാത്ര തുടങ്ങണമെങ്കിൽ ശംഖനാദം കേൾക്കണം. പക്ഷേ ശംഖിൽ നിന്ന് നാദം പുറത്തേക്ക് വരുന്നില്ല. ഇത്രയും നേരം ശംഖിന് നാദം ഉണ്ടായിരുന്നതാണല്ലോ, പിന്നെ ഇപ്പോഴെന്തു പറ്റി? കുറൂരമ്മയുടെ ദാസിയും ഉണ്ണിക്കുട്ടനും എല്ലാം കണ്ട് സ്വാമിയാരുടെ മുമ്പിൽ നിരാശയോടെ നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി ശംഖധ്വനി നിലച്ചപ്പോൾ സ്വാമിയാർ കാരണം തിരക്കി. മനസ്സ് ചെന്നെത്തിയത് കുറൂരമ്മയുടെ പൂജാമുറിയിലാണ്. ഉണ്ണിക്കുട്ടൻ സ്വാമിയാരുടെ കണ്ണുകളിൽ നോക്കി മന്ദസ്മിതം ഇങ്ങനെ തൂകി നിന്നു. ശംഖിന് നാദം തിരിച്ചു കിട്ടിയപ്പോൾ സ്വാമിയാർ ചെമ്മങ്ങാട്ടേക്കുള്ള യാത്ര മാറ്റിവെച്ച് ഉണ്ണിക്കുട്ടനോടൊപ്പം കുറൂരില്ലത്തേക്ക് നടന്നു. വില്ലുമംഗലം സ്വാമിയാർ കുറൂരില്ലത്തേക്ക് ആദ്യമായി വരികയാണ്. അതുപോലെ വില്ലുമംഗലം സ്വാമിയാരെ ഒന്ന് നേരിൽ കാണാനുള്ള കുറൂരമ്മയുടെ ആഗ്രഹവും ഇതുവരെ സഫലമായിട്ടില്ല. ഒരിക്കൽ കുറൂരമ്മയുടെ ദാസി വടക്കുംനാഥനിൽ വെച്ച് കണ്ടു വണങ്ങിയപ്പോൾ അമ്മയെ കാണാൻ കുറൂരെത്താമെന്ന് വാക്കു കൊടുത്തിരുന്നു. കുറൂരമ്മ കണ്ണനെയും പൂജാമുറിയും വിട്ടിട്ട് പുറത്തേക്കൊന്നും പോകാറില്ല. ദിവസത്തിൽ 2 നേരവും ദേവാരപ്പുരയിലേക്കൊരു യാത്ര, കൂടാതെ കുടുംബ പരദേവതയായ മഹാവിഷ്ണുവിനെ കണ്ണനെന്ന് സങ്കല്പിച്ച് തൊഴുതു പോരും. ഭാഗവത വായന നിരന്തരമുണ്ട്. ഇതാണ് പുറം ലോകവുമായുള്ള കുറൂരമ്മയുടെ ബന്ധം. കുറൂരമ്മയുടെ അസാധാരണത്വം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും അനുഭവമുള്ളത് കൊണ്ടാകാം പലരും കുറൂരമ്മയിൽ നിന്ന് മനസ്സുകൊണ്ട് കുറച്ചകന്നാണ് നിൽക്കാറുള്ളത്. വില്ലുമംഗലം സ്വാമിയാരും കുറൂരമ്മയും വലിയ കൃഷ്ണഭക്തരാണെന്ന് ഇരുവർക്കും കേട്ടറിവ് മാത്രം. തമ്മിൽ കാണാനുള്ള ഒരവസരം കണ്ണൻ ഇപ്പോഴാണ് അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. വില്ലുമംഗലം സ്വാമിയാർ കുറൂരില്ലത്തേക്ക് കടന്നു വന്നപ്പോൾ വാൽക്കിണ്ടിയുമായി തൃപ്പാദം കഴുകി സ്വീകരിക്കാൻ എത്തിയത് ഒരു ഉപനയച്ചുണ്ണിയായിരുന്നു. ഇവിടെ ഗൃഹസ്ഥന്മാരാരുമില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായി ഉണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ത്രിലോകി ഗൃഹസ്ഥായ വിഷ്ണു നമസ്തായ എന്ന് ശ്രീശങ്കരൻ പറഞ്ഞു കേട്ടിട്ടില്ലേ സ്വാമി? സ്വാമിയാർ ഉണ്ണിയെ ഒന്ന് നോക്കി, പിന്നെ ഒന്നും പറഞ്ഞില്ല. ഉണ്ണി സ്വാമിയെ കാലു കഴുകി നേരെ പൂജാമുറിയിലേക്കാണ് ആനയിച്ചത്. കുറൂരമ്മ നിത്യവും പൂജിക്കുന്ന കണ്ണന് ഇന്ന് വില്ലുമംഗലം സ്വാമിയാരുടെ പ്രത്യേക പൂജയാണ്. സ്വാമിയാർ കണ്ണൻ്റെ മുമ്പിലിരുന്ന് പുഷ്പാർച്ചന തുടങ്ങിയപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നു. വില്ലുമംഗലം സ്വാമിയാർ ജപിച്ചർപ്പിക്കുന്ന ഓരോ പൂക്കളും ചെന്ന് വീഴുന്നത് പുറത്ത് കുറൂരമ്മയോടൊപ്പം ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ തൃപ്പാദങ്ങളിലാണ്. കുറൂരമ്മയും വില്ലുമംഗലം സ്വാമിയാരും പരസ്പരം നോക്കി. സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്ഭുതം അവിശ്വസനീയം. ഉണ്ണിക്കുട്ടൻ അപ്പോഴും ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ടേ നിന്നു. ഭഗവാനെ തിരിച്ചറിഞ്ഞ വില്ലുമംഗലം എഴുന്നേറ്റ് വന്ന ആ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചതോടെ കുറൂരമ്മയുടെ മുമ്പിൽ പാൽപുഞ്ചിരി പൊഴിച്ചു നിന്ന കണ്ണൻ ഓടിമറഞ്ഞു. അതേസമയം ഇരുവർക്കും ദർശന സായുജ്യം നൽകി അനുഗ്രഹിച്ച മായക്കണ്ണൻ്റെ അത്ഭുത ലീലകൾ പങ്കുവച്ച് വില്ലുമംഗലം സ്വാമിയാരും കുറൂരമ്മയും മനം കുളിർപ്പിച്ചു. ഭക്ഷ്യയോഗ്യമായതെന്നും കുറൂരമ്മ കണ്ണന് നിവേദിക്കുന്ന പതിവുണ്ടല്ലോ. നിവേദ്യം കഴിഞ്ഞ് വാതിൽ ചാരി കുറൂരമ്മ പുറത്തേക്ക് വന്ന് അല്പസമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നിവേദ്യപാത്രങ്ങൾ ഒഴിഞ്ഞു കാണുന്നു. ഉണ്ണിക്കുട്ടനെയാണ് സംശയം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉണ്ണി നല്ലൊരു സഹായി ആയതുകൊണ്ട് ചോദിക്കാതെ മനസ്സിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ഒരു ദിവസം അല്പമൊന്ന് ശ്രദ്ധിച്ചപ്പോൾ കള്ളനെ കൈയോടെ പിടികൂടാൻ കഴിഞ്ഞു. ഉണ്ണിക്കുട്ടൻ എന്ന കൊച്ചു കള്ളനെ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വലിയൊരു കരിക്കലത്തിൻ്റെ അടിയിലിട്ട് മൂടി. കള്ളൻ കുറച്ചു സമയം അവിടെ കിടക്കട്ടെ എന്ന് കുറൂരമ്മ കരുതി. കട്ടു തിന്ന് വയറ് നിറഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് കുഞ്ഞിക്കള്ളന് വിശപ്പുണ്ടാവില്ല. എന്നെ തുറന്നു വിടൂ അമ്മേ, എനിക്ക് പേടിയാവണ്, എന്നെ തുറന്നു വിടൂ അമ്മേ, അച്ഛൻ എന്നെ തിരക്കുന്നുണ്ടാവും. കുറച്ചു സമയം ഉണ്ണിക്കുട്ടൻ കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ ശബ്ദം നേർത്തില്ലാതായി. ഉണ്ണിക്കുട്ടൻ കലത്തിനടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന് അമ്മ കരുതി.
ഉണ്ണിയോട് ദേഷ്യമായിരുന്നില്ല. വാത്സല്യത്തോടെ ഉണ്ണിക്കുട്ടനെ ഒന്ന് പിണക്കാമെന്ന് കരുതിയതാണ് കലത്തിനടിയിൽ ഇങ്ങനെ ഇട്ട് അടച്ചത്. ഒടുവിൽ കുറച്ചു സമയത്തിന് ശേഷം കലം തുറന്ന് കുറൂരമ്മ അന്തിച്ചു പോയി. കലത്തിനടിയിൽ കുട്ടിയില്ല. കലം തുറന്നു മാറ്റി ഓടിപ്പോകാനിടയില്ല. കുറൂരമ്മ കലത്തിനരികിൽ നിന്നും എങ്ങും മാറിയിട്ടുമില്ല. പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? കലത്തിനടിയിൽ നിന്ന് വീണ് കിട്ടിയ മയിൽപ്പീലിത്തണ്ട് കയ്യിലെടുത്തപ്പോൾ കുറൂരമ്മയുടെ അന്തരാത്മാവിൽ കണ്ണൻ്റെ വേണുഗാനം മലയടിച്ചുയർന്നു. കണ്ണാ, എൻ്റെ പൊന്നുണ്ണി കണ്ണാ, അറിയാതെ ചെയ്തു പോയ പിഴകൾ പൊറുക്കണേ ഭഗവാനേ കൃഷ്ണ. അപ്പോൾ കുറൂരമ്മയുടെ ഭക്തിയുടെയും കണ്ണൻ്റെ സ്നേഹത്തിൻ്റെയും അതിമനോഹരമായിട്ടുള്ള ഈ കഥയുടെ 4ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. ഈ കഴിഞ്ഞ നവംബർ മാസത്തിൽ പോയിട്ട് പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ കഴിഞ്ഞതിൽ എത്ര ഭാഗ്യമായെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നാമം ജപിക്കുക. ഞാൻ കുറേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുള്ളവർ അതെല്ലാം ജപിക്കുക. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അതുപോലെ തന്നെ കുറൂരമ്മയുടെയും ഉണ്ണിക്കണ്ണൻ്റെയും മനോഹരമായ കഥയുടെ ഇനി 5ാമത്തെ ഭാഗമാണ് വരുന്നത്. അത് ഉടനെ തന്നെ എല്ലാവർക്കും കേൾക്കാം.